മലർവാക പൂത്ത വഴി നീളെ മഞ്ഞു മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു. ഭൂമി പെറ്റ മകളല്ലോ സീതപ്പെണ്ണ്, രാമന്റെ പെണ്ണല്ലോ സീതപ്പെണ്ണ്, രാവണന്റെ ലങ്കയിൽ. നീലയാമിനി തീരഭൂമിയിൽ, നീലയാമിനി തീരഭൂമിയിൽ, കാനനത്തിൽ പുഷ്പമാസം വർണ്ണാക്ഷരങ്ങളാൽ കാമലേഖമെഴുതിയതറിഞ്ഞില്ല. ഇന്ദ്രധനുസു കുണ്ടില കുറിയണിയും ഇന്ദീവരദള നയനി, ഇന്ദ്രധനുസു. സുധീറിന് പിന്നെ അടുത്തായിട്ട് കിട്ടിയ വലിയ ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മുടെ വിൻസെന്റ് മാസ്റ്റർ വേറെ കുറച്ച് പടങ്ങൾ, തീർത്ഥയാത്ര എന്നൊരു പടമുണ്ട്. നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ട്. മാരിവില്ല് പന്തലിട്ട് ദൂരചക്രവാളം മാടി മാടി വീളിക്കുന്നതറിയില്ലേ, മാരിവില്ല് പന്തലിട്ട് ദൂരചക്രവാളം മാടി മാടി വീളിക്കുന്നതറിഞ്ഞില്ലേ, പഞ്ചശരൻ വളർത്തുന്ന പൈങ്കിളി പെണ്ണേ. സുധീറും അക്കാലത്ത് മലയാളത്തിൽ ഫടാഫട്ട് ജയലക്ഷ്മി, അവർ പിന്നെ മലയാളത്തിൽ സുപ്രിയ എന്നുള്ള പേരിലാണ് അവരുടെ പ്രേമരംഗം. തീർത്ഥയാത്ര VT നന്ദകുമാർ നോവലിനെ ആസ്പദമാക്കി RS പ്രഭു നിർമ്മിച്ച് വിൻസെന്റ് മാസ്റ്റർ സംവിധാനം ചെയ്ത സിനിമയിൽ മധുസാറിനോടൊപ്പം ഒരു നല്ല വേഷം തന്നെ ആയിരുന്നു. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് അച്ചാണി എന്നൊരു വിൻസെന്റ് മാസ്റ്ററിൻ്റെ തന്നെ, അതും കൊല്ലത്തെ ജനറൽ പിക്കേഴ്സിന്റെ രഘുമൂലാളി നിർമ്മിച്ച പടമാണ്. അതിൽ പ്രേം നസീറിന്റെ ഒരു പിന്നെ സഹോദരനായിട്ടാണ് അഭിനയിക്കുന്നത്. ഒരു സഹോദരൻ വിൻസെന്റ് സുധീർ ഇങ്ങനെ ഒരു കഥാപാത്രമാണ് അതിൽ സുധീറും അല്ല നസീറിന്റെ സഹോദരിയാണ് സുജാത. സുജാത പ്രേമിക്കുന്ന ആളായിട്ടാണ് സുധീർ വരുന്നത്. അപ്പം സുജാതയും സുധീറും തമ്മിലുള്ള ഒരു പ്രണയ ഗാനമുണ്ട്. അത് ഇന്ന് മലയാളികളുടെ മറക്കാനാവാത്ത സുധീറിന്റെ തന്നെ ഇഷ്ടപ്പെട്ടൊരു ഗാനരംഗമാണത്. മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു, മന്ദാര മലർ കൊണ്ടു ശരം തൊടുത്തു, മാറിലോ എന്റെ മനസ്സിലോ മധുര മധുരമൊരു വേദന, മധുരമാമൊരു വേദന. അങ്ങനെ ഈ ചെറുപ്പക്കാരുടെ ഈ ഗാനരംഗങ്ങളോട് നേരത്തെ മാരിവില്ല് പന്തലിട്ട ഇത് ഇങ്ങനെയുള്ള ഗാനങ്ങളിലൂടെ സുധീർ ചെറുപ്പക്കാരുടെ ഹരമായിട്ട് മാറും. അതാണ് നേരത്തെ പറഞ്ഞ യൂത്ത് ഐക്കൺ എന്നൊരു പേരിന് അർഹമായ ആദ്യത്തെ മലയാള നടനാണ് ശ്രീ സുധീർ. പിന്നീട് അതിനുശേഷമാണ് ശ്രീ ശിവൻ സംവിധാനം ചെയ്ത കേശവദേവിന്റെ നോവല് സ്വപ്നം എന്ന നോവല്. ശിവൻ അന്ന് പ്രശസ്ത സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നു. നമ്മുടെ ഫോട്ടോഗ്രാഫർ സന്തോഷ് ശിവന്റെ സംഗീത് ശിവന്റെ അച്ഛനാണ്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത പടം. അതിൽ നായിക മധുസാറ്, നന്ദിത ബോസ് നായിക. അതിൽ നന്ദിത ബോസിന്റെ പഴയ കാമുകനായിട്ട് വരുന്ന നിരാശാ കാമുകന്റെ വേഷമാണ് സുധീറിന്. അതിൽ ഭയങ്കര പാട്ടായിരുന്നു. മാനേ മാനേ വിളി കേൾക്കൂ, വിളി കേൾക്കൂ, മലർവാക പൂത്ത വഴി നീളെ മഞ്ഞു കുളിരു പെയ്ത വഴി നീളെ, മാനേ തേടി വന്നു ഞാൻ, മാനേ മാനേ വിളി കേൾക്കൂ, വിളി കേൾക്കൂ എന്നുള്ള പാട്ട്. നീ വരൂ കാവ്യ ദേവതേ, നീലയാമിനി തീരഭൂമിയിൽ, നീലയാമിനി തീരഭൂമിയിൽ, നീറുമെൻ ജീവനിൽ കുളിരുമായി. ആ കാലഘട്ടത്തിൽ സുധീർ മലയാള സിനിമയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ക്യാരക്ടറായിട്ട് മാറി. അങ്ങനെ തീർത്ഥയാത്ര ഇങ്ങനെ വരുമ്പോൾ
AB രാജിന്റെ കുറെ പടങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് ഹലോ ഡാർലിംഗ് എന്നൊരു പടം. അതിൽ സുധീർ വരുന്നു. അപ്പോൾ ഒരു പിന്നെ ഗ്രാമത്തിലെ പെൺകുട്ടിയാണ് സുധീറിന്റെ മുറപ്പെണ്ണ് റാണിചന്ദ്ര. റാണിചന്ദ്രയെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. റാണിചന്ദ്ര അവളെ കളിയാക്കി പാടുന്നുണ്ട്. ഇത് 1975 ആണ്. നീ 25 ജനിച്ചപ്പോഴാണ്, 50 കൊല്ലം മുമ്പ് ജനിക്കേണ്ട പാട്ടൊക്കെ കളിയാക്കുന്നുണ്ട്. പക്ഷേ അത് കൂട്ടുകാരികളെല്ലാം കുടിച്ചിട്ട് റാണിചന്ദ്രയെ പരിഷ്കരിയാക്കുക, സുധീറിനെ അപ്ഡേറ്റ് ആക്കി ചിത്രിക്കുന്ന ഒരു കോമഡി കൗണ്ടർ പാട്ടും ഉണ്ട് എൻ്റെ 1975 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹലോ ഡാർലിംഗിൽ കോമഡി സിനിമയായിരുന്നത്. വളരെ വിജയിച്ച സിനിമയായിരുന്നു. 50 കൊല്ലം മുൻപു ജനിക്കേണ്ട മണ്ടിപ്പെണ്ണേ, നിന്റെ ഓണം കേറാമലമൂട്ടിൽ, നിന്റെ നാണം കെട്ടൊരു തറവാട്ടിൽ. അങ്ങനെ സുധീർ, വിൻസെന്റ്, രാഘവൻ മലയാള സിനിമയിലെ ഒരു പ്രത്യേക കാലഘട്ടത്തെ പ്രതികരിക്കുന്ന സമൂഹമായിട്ട് സുധീറിന് ഒരു പ്രേമവേഷങ്ങളാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. നല്ല ഗ്ലാമറുണ്ട് കാണാൻ. പിന്നീട് അങ്ങനെ ആ പ്രേമ പരിവേഷത്തിന്റെ ഇടയ്ക്ക് വന്ന് ആ ഒരു മാറ്റം വന്നത് മഞ്ഞിലാസിന്റെ ഒരു സിനിമ, മുണ്ടൂർ സേതുമാധവൻ എഴുതിയ കലിയുഗം എന്നൊരു സിനിമ. അത് അദ്ദേഹം സത്യന്റെ മരണശേഷം മഞ്ഞിലാസ് പകരം അവരോധിക്കാൻ നടനെ കൊണ്ടുവരികയാണ്. അനുഭവങ്ങൾ പാളിച്ചകൾ അതേപോലെ ജൂബയൊക്കെ ചേർത്ത് കയറ്റി വെച്ച് മുടിയൊക്കെ ഏകദേശം അതേപോലെയൊക്കെ വെച്ചിട്ട് അനുഭവങ്ങൾ ചെല്ലപ്പൻ്റെ ഏകദേശം കെട്ടിലും മട്ടിലും മുണ്ടൊക്കെ മടക്കി കൊടുത്ത് റൗഡി തരം കാണിക്കുന്ന ഒരു സമൂഹത്തിലെ ഒരു കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് കലിയുഗത്തിലെ ശങ്കുണ്ണി. കലിയുഗത്തിലെ ശങ്കുണ്ണി, എരപ്പാളി ശങ്കുണ്ണി കലിയുഗ പിറവി എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ തന്നെ വന്നത്. അങ്ങനെ ഭയങ്കര പ്രതീക്ഷകളൊക്കെ കൊടുത്തെടുത്ത പടം വളരെ പരാജയമായി പോയി. കാരണം സുധീറിന് സത്യൻ്റെ ഒന്ന് 7 അയലത്ത് നിൽക്കാനുള്ള ഒരു അഭിനയശേഷി ഇല്ലായിരുന്നു. പക്ഷെ അതെന്തൊക്കെ ആരൊക്കെ കരുതിക്കൂട്ടി സേതുമാധവൻ ഒരു എടുത്താൽ നോക്കാം, പക്ഷെ എടുക്കാൻ പൊക്കാത്ത ഭാരം പൊക്കിയെടുത്ത് അറ വീണതായിപ്പോയി സുധീർ. ഭയങ്കര അത് സുധീറിന് അതോടുകൂടി ഭയങ്കര മാറ്റമുണ്ട്. പിന്നീട് ഒരു മാറ്റം കിട്ടും, അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതാണ് ബാബു നന്ദൻ കോടതി, സ്വപ്നത്തിന്റെ അതേ ഡയറക്ടർ അല്ല ഇതിന്റെ ആള് തന്നെ പടമെടുക്കുകയാണ്. സത്യമേവ ജയത എന്ന് പറഞ്ഞ് തുടങ്ങിയാണ് ഒരു കുറ്റാന്വേഷണം, ഒരു കൊലപാതക തെളിവ് അന്വേഷിച്ച് സത്യം പുറത്തുകൊണ്ടിരുന്നത്. പക്ഷെ സത്യമേവ ജയത എന്നുള്ള പേരിട്ട് അന്ന് നമ്മുടെ നീതിപീഠത്തിന്റെ മുദ്രാവാക്യമാണ് സത്യമേവ ജയത. അത് കാണാം, അശോക സ്തംഭത്തിന്റെ സത്യമേവ ജയത എന്ന് കോടതിയുടെ ഒരു ചിഹ്നമാണത്. ആ പേരിടാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ പേര് മാറ്റി. അങ്ങനെ സത്യത്തിന് നിഴൽ എന്ന പേര് പുറത്തു വന്ന പടം. ആ പടത്തിൽ അത്ഭുതമായിട്ട് ഏറ്റവും നല്ല സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും നല്ല നടൻ എന്ന ബഹുമതി സുധീറിന് കിട്ടി. അത് അദ്ദേഹത്തിന് ഒരു വലിയ ഭാരമായി തോന്നി. അവാർഡ് കിട്ടിയ നടനെ പിന്നെ സാധാരണക്കാരും വിളിക്കാതായി. ഇപ്പൊ അവാർഡ് കിട്ടിയ റോളുകളും അത്രയധികം കിട്ടാതെ പോയി. അങ്ങനെ ഇടക്കാലത്ത് അദ്ദേഹം മലയാള സിനിമയെന്ന് അങ്ങൊരു ഒരു എന്തോ ഒരു പാകം ചേരാത്ത ഉടുപ്പിട്ടണക്കോല സുധീറിന്. അങ്ങനെ പ്രശ്നങ്ങൾ പറ്റിപ്പോയി. അങ്ങനെ കുറച്ച് നാളൊരു ഗ്യാപ്പ് വന്നു. ഗ്യാപ്പ് വന്നപ്പോഴത്താണ് ഈ ജയൻ കയറി വരുന്നത്. ജയന്റെ തരംഗത്തിൽ സുധീർ, വിൻസെന്റ്, രാഘവൻ അങ്ങനെയുള്ള തലമുറ ഒക്കെ മാറി ജയന്റെ ഒരു തരംഗത്തിൽ ആ കൊടുങ്കാറ്റ്, ജയൻ എന്ന കൊടുങ്കാറ്റ് കയറി വന്നപ്പോൾ ഇവരെല്ലാം നിലം പരിശ എന്ന് വേണം പറയാം. പിന്നീട് അദ്ദേഹം കുറെ സിനിമകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ഒക്കെ ചെയ്തു, എങ്കിലും അതൊന്നും പാടുമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ മദ്രാസിൽ ഖദീജ എന്നൊരു നടിയുമായിട്ട് ലിവിങ് ടുഗദർ ബന്ധമുണ്ടായിരുന്നു. അതും അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ബാധിച്ചു. പക്ഷെ ഖദീജ ആ കാലഘട്ടത്തിൽ അന്ന് മദ്രാസിലെ ഒരുപാട് ഡയറക്ടേഴ്സ് സുധീറിനോട് ഒരു ചാൻസ് ഒക്കെ മേടിച്ചു കൊടുത്തു. പക്ഷെ ഖദീജ തന്നെ പിന്നീട് ആ ബന്ധം വേർപെടുത്തുകയാണ്. പിന്നീട് നാട്ടിൽ വന്ന് സഫി എന്നൊരു സ്ത്രീയെ കല്യാണം കഴിക്കുക, കുടുംബജീവൻ നോക്കി, പിന്നെ പല ബിസിനസ്സുകളൊക്കെ നോക്കി ഒന്നും വിജയിച്ചില്ല. പക്ഷെ സിനിമയിൽ വീണ്ടും അദ്ദേഹം പിന്നീട് അത് ക്രോസ് ബെൽറ്റ് പറഞ്ഞ പെൺപട പിന്നെ ടൈഗർ സലീം, ജോഷിയുടെ അങ്ങനെ കുറെ പടങ്ങൾ, സ്റ്റണ്ട് പടങ്ങളിലെ നായകനായി. പക്ഷെ അതിലും അദ്ദേഹം കൂടെ നിലനിൽക്കാൻ പറ്റില്ല. പിന്നെ ഒരുപാട് ട്രേഡിങ്ങിൽ വീണ്ടും ഒരു തിരിച്ചു വരുന്ന കളവ് വരിങ്ങില്ല. അങ്ങനെ പല നമ്മൾ ചെയ്യേണ്ടാത്ത പല റോളുകളും സുധീർ അങ്ങനെ ചെയ്തു. അങ്ങനെ ഒരു കാലത്ത് യൂത്ത് ഐക്കണും പ്രശസ്തരായ ഡയറക്ടർ പടങ്ങൾ അഭിനയിക്കുന്ന സംസ്ഥാന അവാർഡ് വീട് നടന്റെ ഒരു വലിയ തകർച്ചയിലേക്കാണ് പിന്നെ നീങ്ങിക്കണ്ടത്.
അഭിനയ വൈദഗ്ധ്യത്തിന്റെ കുറവുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭാഗ്യദോഷമായിരിക്കാം. സിനിമ എന്ന് പറയുന്നത് ഭാഗ്യത്തിന്റെ ഒരു വേദിയാണ്. അവിടെ ഇന്ന് കാണുന്നുണ്ട്, നാളെ കാണുന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ ഉയർന്നു വരുന്നു. അങ്ങനെയൊക്കെയുള്ള സിനിമയുടെ ചരിത്രം പണ്ട് തൊട്ടേ അങ്ങനെയാണ്. എക്കാലവും സിനിമാ സിംഹാസനം ആർക്കും കിട്ടത്തില്ല. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. എന്നാലും സുധീർ മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു കഥാപാത്രമായിരുന്നു. ഒരു പ്രത്യേകതരം മാനസത്തോടുകൂടി ഇതൊക്കെ ചെറുപ്പക്കാരെ ആകർഷിക്കുകയും ചെയ്ത നടൻ. ഇന്ന് 2004 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്ന ഈ മധുരം മലയാളം ഈ ചാനൽ നമ്മളും കേൾക്കുന്നത് നിങ്ങൾ ഒരുപാട് തവണ കേട്ട് കാണും. എങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പരാതി ഞങ്ങൾ പറയുന്നത് കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ അതിൽ നിന്ന് എന്തെങ്കിലും പുതിയ അറിവ് കിട്ടുന്നുണ്ടെങ്കിലോ ഞങ്ങൾ ഷെയർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ മലയാള സിനിമയിലെ പുതിയ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. നന്ദ്യാർ വട്ടപ്പൂച്ചിരിച്ചു നാട്ടുമാവിന്റെ ചോട്ടിൽ, നന്ദ്യാർ വട്ടപ്പൂച്ചിരിച്ചു നാട്ടുമാവിന്റെ ചോട്ടിൽ.